വിവാഹം കഴിച്ച സ്ത്രീ ഒരു കേസ് കൊടുക്കുകയാണ്. എനിക്ക് വിവാഹ വാഗ്ദാനം തന്നു പീഡിപ്പിച്ചു. അതെന്തോന്ന് പീഡനം? ഫസ്റ്റ് കല്യാണം കഴിച്ചു. എന്നിട്ട് വേറെ ആരോ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പീഡിപ്പിച്ചു. ഇത്ര നാളും പീഡനമില്ല. കല്യാണം കഴിച്ച് കുട്ടികളായി. വേറൊരാൾ വിവാഹ വാഗ്ദാനം കൊടുത്തു പീഡിപ്പിച്ചു. അതാണ് കോടതി നിർത്തിയത്. അങ്ങനെ ഇനി ഒരിക്കലും എന്ത് പറയുന്നേ, അങ്ങനെ ഒരു കേസില്ല. സത്യം പറഞ്ഞ് ചിരിക്കാൻ തോന്നുന്നു. ഈ അടുത്ത കാലത്തായിട്ട് നല്ല ഒന്ന് ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അടുത്ത വേറെ ഒന്ന് ചെയ്യും അവിവേകത്തിന് വിവിഹിതം എനിക്ക് പോയില്ലൊക്കെ. അപ്പൊ പലതും എനിക്ക് വായിൽ കയറത്തില്ല, പല ലെറ്റേഴ്സും. അപ്പോൾ ഞാനിത് കണ്ടിട്ട് എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഒരു കല്യാണം ഉണ്ടാവും. ഹസ്ബൻഡ് കൂടെ ഉള്ളപ്പോൾ ഈ അടുത്ത കാലത്താണ് നിങ്ങളെല്ലാം കണ്ടു കാണും. കണ്ട ഒരു പ്രമുഖ വ്യക്തിയെ. അതേപോലെ കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ്. ഫസ്റ്റ് ഞാൻ കല്യാണം കഴിച്ചില്ലെന്നാണ് വിചാരിച്ചത്. ഈ രണ്ടാമത്തെ പ്രശ്നം ഇങ്ങനെ പൊങ്ങി വരപ്പോഴാണ് അതിനെക്കുറിച്ച് പിന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതിനകത്ത് പറയുന്നുണ്ട് ഭർത്താവ് കൂടെ ഉണ്ട്. എന്നിട്ട് അയാളുടെ കൂടെ പോയിട്ട് കുട്ടി പ്രഗ്നൻ്റായി. അപ്പം പാവം ഈ ആണുങ്ങളെ എങ്ങനെ പോയി ഇതിലെല്ലാം പോയി വീഴുന്നറിയാം. നല്ല ബുദ്ധിശാലിയായിട്ടുള്ള ആൾക്കാർ ഇപ്പം തന്നെ കൂടുതൽ വേറെ ഒന്നും നടക്കുന്ന ഒരു സൈഡ് കൂടെ നടക്കുന്നില്ലേ? നമ്മ ഇന്ത്യയെ മൊത്തത്തിൽ പിടിച്ച് അങ്ങോട്ട് വെച്ച്, അതും പെണ്ണുങ്ങളുടെ കാര്യത്തിലാണ്. ചെറിയ ചെറിയ പെണ്ണുങ്ങളെ നമ്മുടെ ഇന്ത്യയിലുള്ളവർക്ക് സപ്ലൈ ചെയ്തിട്ട് ആ കാര്യമൊക്കെ അറിയുമോ നിങ്ങൾക്ക്? പെണ്ണുങ്ങളെ കൊടുത്ത് എന്ത് സാധിക്കാന്നുള്ള ഒരു രീതിയിലേക്ക് മാറി. ചിലർക്ക് വീക്ക്നെസ് ഉണ്ട്. പണം വേണ്ട, പിന്നെന്തു പറയും, ഒന്നും വേണ്ട, പെണ്ണുങ്ങൾ മതി എന്നുള്ള ഉള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെയാണ് ഇങ്ങനെ പിടിക്കുന്നത്. അപ്പം നമുക്ക് അവരെ എങ്ങനെ ഏത് രീതി വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാണ്. ഇത് ഞാൻ കുറച്ച് മുന്നേ ഇത് കാണുമ്പം സത്യം പറഞ്ഞാൽ നമുക്കൊന്ന് ചിന്തിക്കാനുണ്ട്. നല്ലതായിട്ട് ചിന്തിക്കാനുണ്ട് ഇത്. ഇത് ഫസ്റ്റേ നിർത്തി. ഇതുപോലെ ഒരുപാട് നിയമങ്ങൾ മാറ്റി എഴുതേണ്ടതുണ്ട്. പിന്നെ ആണെങ്കിൽ എന്തോ വേറെ ഒന്ന് ഈ അടുത്ത കാലത്താണ് നടന്നത്. അടുത്ത കാലം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഗുണ്ടാപ്പിരിവ് കൊടുത്തില്ല. കൊടുക്കാത്തതുകൊണ്ട് സ്പാ ജീവനക്കാരിയാണ് തോന്നുന്നു. സ്പാ നടത്തുന്ന സ്ത്രീയാണ് തോന്നുന്നു. സ്ത്രീയല്ല, പെൺകുട്ടിയാണ്. അപ്പം ആ കുട്ടിയെ 5-6 പേര് ചേർന്നങ്ങ് റേപ്പ് ചെയ്യുക. എന്തുമാത്രം നല്ലൊരു കേരളം നമ്മുടെ കേരളം. ആലോചിച്ചു ഞാൻ സത്യം പറഞ്ഞ് ഇന്നത്തെ കാലത്തൊന്നും ജനിക്കാതിരുന്നത് നല്ലതാണ്. കാരണം പണ്ടുള്ള കാലഘട്ടത്തിലാണെങ്കിൽ നമ്മുടെ ചുറ്റിനും എപ്പോഴും ഞാൻ ആണുങ്ങളുടെ കൂടെ 10, 15, 16 വയസ്സ് വരെ ഇങ്ങനെ ആണുങ്ങളുടെ കൂടെയൊക്കെയാണ് കളിക്കുന്നത്. എൻ്റെ അനിയൻ്റെ ഫ്രണ്ടായിരിക്കും അവരൊക്കെ. അവരുടെ കൂടെയൊക്കെയായിരുന്നു കളിക്കുന്നത്, ഓടുന്നതും ചാടുന്നതും. അപ്പം ഒരു 12 വയസ്സ് വരെ എനിക്ക് തോന്നുന്നു നമ്മൾ ശരീരമൊക്കെ കുറച്ച് വളർച്ച എത്തുന്നവരെ ചുമ്മാ ഒരു ഷഡ്ഡി എടുത്തൊരു കുതിയാണ് ഈ തോട്ടിലും ആറ്റിലും ഒക്കെ. അന്ന് ഒരു പ്രശ്നമില്ല. ഇന്നൊരു കുഞ്ഞ് 3 വയസ്സുള്ള കുഞ്ഞ് തുണിയില്ലാതെ നിൽക്കാൻ പറ്റുന്നില്ല. ക്യാമറ വെച്ച് ഇങ്ങനെ പിടിക്കും. പണ്ടങ്ങനല്ല. ആ കാലഘട്ടത്തിൽ ഞാൻ ജനിച്ചത് കൊണ്ട് എനിക്ക് സന്തോഷമല്ല, നമ്മൾ പറയത്തില്ലേ, ഞാനെന്താണ് മലയാളത്തിൽ പറയേണ്ടത്, നമ്മളിങ്ങനെ ആ കാലഘട്ടത്തിൽ ഞാൻ ജനിച്ചതുകൊണ്ട് എനിക്ക് ഒരു ഇന്ന് ജനിക്കാതിരുന്നത് നല്ലത്. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അതുകൊണ്ട് അവിഹിതം പെട്ടെന്ന് പണ്ടൊക്കെ ആണെങ്കിലേ ചിരവ, ചകര ഇങ്ങനെയായിരുന്നു പറയുന്നത്. എത്രയൊക്കെയാണ് സ്കൂളിൽ എത്ര പറഞ്ഞാലും ചകര ചിരവേന്ന് വായിൽ വരത്തില്ലായിരുന്നു. പിന്നെ വേറൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. അത് നല്ല ഒന്നുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇന്ന് ഇത്രയൊക്കെ ഉള്ളു. അവിഹിതവും